നന്ദിയോടെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കും. ഞാൻ കാസർഗോഡ് ജില്ലയിൽ പനത്തുടി എന്ന പ്രദേശത്ത് കഴിഞ്ഞ 15-ലധികം വർഷമായി ഒരു സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 24 വർഷമായി ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എനിക്ക് ലഭ്യമായ അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നമുക്ക് ഒരുപക്ഷെ മുഖപരിചയങ്ങളൊന്നും കാണുവാനുള്ള സാധ്യതയില്ല എങ്കിലും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ രാത്രി ഈ സമയം കർത്താവിന്റെ വചനവും അതുപോലെ എൻ്റെ സാക്ഷ്യവും പങ്കുവെക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ സമയം കൂടുതൽ ദീർഘിപ്പിക്കാതെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ സ്വദേശം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇളയവനായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ 3 ആണും എൻ്റെ മൂത്തൊരു പെണ്ണും. അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ. മക്കള് കൂലിപ്പണിക്കാരായ എൻ്റെ മാതാപിതാക്കള് ആ രീതിയിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. എന്നാൽ ചെറിയ പ്രായം മുതൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്യബോധമില്ലായ്മയും ഏകദേശം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ അല്പാൽപമായി മദ്യം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ വെച്ച് ആനിവേഴ്സറിക്കുമൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് മദ്യപിക്കുകയും അതിൻ്റെ ഭാഗ്യപ്രകടനമായി സ്കൂളിലെ ചില ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അധ്യാപകരുടെ വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ എൻ്റെ SSLC പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഞങ്ങളുടെയൊക്കെ പേരുകൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചിരുന്നത് കൊണ്ട് ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് SSLC എഴുതാനുള്ള അവസരം ഉണ്ടായി. SSLC പാസ്സായി. പിന്നെ അന്നത്തെ കാലം പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിയൊക്കെ സമയത്ത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള സെന്റ് തോമസ് കോളേജ് എന്ന് പറയുന്ന മഹാത്മാ യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ പഠിക്കുവാനുള്ള അവസരം ഉണ്ടായി. എന്നാൽ അവിടെ കോളേജിൽ കടന്നുപോയതിനു ശേഷവും എൻ്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കുവാനും പുകവലിക്കുവാനും അതുപോലെ സൗഹൃദങ്ങൾ വർദ്ധിച്ചപ്പോൾ ലഹരി ഉപയോഗിക്കുവാനും കഞ്ചാവൊക്കെ ഉപയോഗിക്കാനും ഒക്കെയുള്ളൊരു സ്ഥിതിയിലേക്ക് എൻ്റെ ജീവിതം മാറി. ആകെ 6 മാസമാണ് എനിക്ക് കോളേജിൽ പഠിക്കാനായിട്ട് കഴിഞ്ഞത്. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ 6 മാസത്തിനിടയ്ക്ക് 7 പ്രാവശ്യത്തോളം കോളേജിൽ സസ്പെൻഡ് ചെയ്തു. ഒടുവിൽ അവരെന്നെ കോളേജിൽ ഡിസ്മിസ് ചെയ്തു. എൻ്റെ സ്വഭാവ ദൂഷ്യ നിമിത്തം വെയിറ്റ് ഷെറ്റിലും ഒക്കെ ആയിട്ട് 1 വർഷത്തോളം ഞാനിങ്ങനെ കോളേജിൽ പോകും, വീട്ടിലറിയില്ല, കോളേജിൽ പോകും, വെയിറ്റ് ഷെറ്റ് ഇരിക്കും, അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ എന്നെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീട്ടുകളിൽ അറിയുകയും പിന്നെ എനിക്ക് മുമ്പോട്ട് പോകാൻ പഠിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കർണാടകയിൽ കൊടകില് പെയിന്റിങ് ജോലിയോട് ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു വരുന്നെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് അദ്ദേഹത്തിന്റെ കൂടെ കൊടകിലേക്ക് അമ്മത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിരാജപേട്ടയ്ക്ക് അടുത്ത് അവിടേക്ക് ഈ ജോലി സംബന്ധമായി കടന്നു വന്നു. അവിടെ വന്നപ്പോഴും എൻ്റെ മറ്റ് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായി. അവിടെ വന്ന് ജോലി ചെയ്യും. എല്ലാ ദിവസവും മദ്യപിക്കും. അവിടെ ഈ പായ്ക്കറ്റ് ചാരായം ഒക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു അന്ന്. 90കളിലാ 93 ആ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം 1.5 പാക്കറ്റ് ചാരായം കുടിക്കും, ജോലി ചെയ്യും, ഭക്ഷണം ഇങ്ങനെ ഉറങ്ങും. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇങ്ങനെ പോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ മദ്യത്തിന് അങ്ങ് പൂർണ്ണമായി അഡിക്റ്റായി. ഞാൻ ഏകദേശം 6 വർഷത്തോളം അവിടെ നിൽക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. ജോലിയോട് ബന്ധപ്പെട്ട് വീട്ടിലോട്ട് തിരിച്ചു വരാതെ കൊടകുമായിട്ട് ഇണങ്ങി അവിടുത്തെ സാഹചര്യങ്ങളോട് ഇണങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മദ്യത്തിന്റെ ആസക്തി, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ എന്നെ ഒത്തിരി മോശമായ ജീവിത സാഹചര്യത്തിലേക്ക് നയിച്ചു.
റോഡിലും കടത്തിണ്ണകളിലും ഒക്കെ കിടക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. അടിപിടി കേസുകളിലൊക്കെ പെട്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടു. ഒരു തികഞ്ഞ മദ്യപാനിയും അതുപോലെ മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് എനിക്ക് പ്രഭാതത്തിലൊക്കെ ആ സമയങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൈകാലുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ. അതിന് വൈകുന്നേരം കിടക്കുമ്പോൾ പാന്റിന്റെ പോക്കറ്റിൽ 4 പാക്കറ്റ്, 2 പോക്കറ്റ്, ഈ 2 പാക്കറ്റും ചാരായം, ഈ കാട്ടി എന്നാണ് അവിടെ പറയുന്നത്, പാക്കറ്റ് ചാരായം വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. രാത്രി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരികയില്ല. ഈ പാക്കറ്റ് ചാരായം കിടന്നുകൊണ്ട് തന്നെ എൻ്റെ മൂല കടിച്ചു വെട്ടി പൊട്ടിച്ചിട്ട് കുടിക്കുക, അങ്ങനെ ഉറങ്ങിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാലുകൾ വിറയ്ക്കുമ്പോൾ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാൻ പറ്റില്ല, ഈ ചാരായോ കുടിക്കുന്നത്. അങ്ങനത്തെ അത്രയ്ക്ക് രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം അരഞ്ഞു ചേർന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ മാറി. കഞ്ചാവിന്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചു. അതുപോലെ ജോലിയും ആൾക്കാരെയൊക്കെ വെച്ച് പണി ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ പിൽക്കാലത്ത് എനിക്ക് ഉണ്ടായി. 2-3 വർഷം കഴിഞ്ഞപ്പോൾ 10-11 പേരെ വെച്ച് ജോലി ചെയ്യിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇഷ്ടംപോലെ സാമ്പത്തിക പൈസയൊക്കെ കൈവന്നപ്പോൾ ചീട്ട് കളിക്കാനും കഞ്ചാവും അതുപോലെ ഈ മദ്യവും ചെയിൻ സ്മോക്കറായിട്ടും ഒക്കെ ജീവിതം ആകെ അധപ്പതിച്ചു തകർന്ന ഒരു സാഹചര്യത്തിലേക്ക് ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് മാറി. ഏകദേശം ഒരു 6 വർഷത്തോളം ഞാൻ ആ ഒരു അനുഭവത്തിൽ അവിടെ ജീവിച്ചു. വീടുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. എന്നാൽ എൻ്റെ ഫാദർ എങ്ങനെയോ ആരോടൊക്കെയോ പിന്നെ ചോദിച്ചറിഞ്ഞൊരിക്കൽ എന്നെ അവിടെ വന്ന് കാണുകയും ആ സമയം തന്നെ എന്നെ തിരികെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷവും ഞാൻ വളരെ തിരിച്ചു വന്നതിന് ശേഷവും ഈ മദ്യത്തിനും ഒക്കെ അഡിക്റ്റായി. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായി. പോലീസ് കേസുകളും ഒക്കെ ആയിട്ട് കാഞ്ഞിരപ്പള്ളിയിലുമൊക്കെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും മറ്റുള്ളവരെ നോക്കാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ ജീവിതം അങ്ങ് തകർന്നു. മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത, പുകവലിക്കാൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എൻ്റെ നാട്ടിലും കടത്തിണ്ണകളിൽ കിടക്കുവാനും അതുപോലെ റോഡിൽ കിടക്കുന്നൊക്കെ ആയ ഒരു സാഹചര്യം ഉണ്ടായി. കാണുന്ന എല്ലാവരുമായി പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയ ജീവിതത്തിന്റെ സാഹചര്യം. എൻ്റെ ഫാദർ എന്നെ തിരികെ കൊണ്ടുവന്നതിൽ വിഷമിച്ച സാഹചര്യം ഉണ്ടായി. എൻ്റെ അമ്മ ചിലപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങള് 3 ആൺമക്കളായിരുന്നതുകൊണ്ട് അവസാനം ഒരു ആൺകുട്ടിയോടെ കിട്ടിയപ്പോൾ അമ്മ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും അന്നേരം. പക്ഷേ എൻ്റെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് അമ്മ പറയുന്നത് ഞാൻ കേട്ടു, ഇവൻ ഉണ്ടാകാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടു, ഒത്തിരി പ്രാവശ്യം. കാരണമെങ്കിൽ അവർക്ക് വിഷമം മാത്രം നൽകിയ ഒരു ജീവിത സാഹചര്യമായിരുന്നു എൻ്റെ. ഞാൻ രാത്രി 2 മണി 3 മണിക്കൊക്കെയാണ് കടയിൽ തിണ്ണയിൽ എവിടെയെങ്കിലും കിടന്നിട്ട് ഈ ലക്ക് വരുമ്പോൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് രാത്രി ചെല്ലുന്നത്. അപ്പോൾ അന്നെൻ്റെ ഭാഗത്ത് കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലം. അപ്പോൾ രാത്രി 2 മണിക്കുമൊക്കെ വിളക്ക് കത്തിച്ചുകൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുനീരോടെ ഞാൻ വരുന്നത് നോക്കിയിരിക്കുന്ന, ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ആ സമയം വളരെ കോപം ഉണ്ടാവും. അമ്മയോട് ദേഷ്യപ്പെടുകയും ഭക്ഷണം എടുത്തെറിയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഉണ്ട്. അന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരു തികഞ്ഞ ഭ്രാന്തനെ പോലെ ഏതെങ്കിലും വാഹനത്തിനടിയിൽപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്റെ ജീവിതം കൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് തീരാനുള്ള സാഹചര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരു ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുകയില്ലാത്തൊരു സ്ഥിതിയിലേക്ക് ഞാൻ എത്തിയപ്പോൾ എൻ്റെ കുടുംബക്കാരും അതുപോലെ നാട്ടുകാരും ഇതെല്ലാം ഇനി ഇവൻ ഒരിക്കലും ശരിയാകുകയില്ല എന്ന് ചിന്തിച്ച ഞാൻ പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല, ഇങ്ങനെ ഒരു തികഞ്ഞ മദ്യപാനിയായി മദ്യപിച്ച് മരിച്ചു പോവുകയുള്ളൂ എന്നൊരു ചിന്തയിലായിരുന്നു എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ 2000 സെപ്റ്റംബർ 1-ാം തീയതി, അതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ മംഗലാപുരത്ത് നിന്ന് മലയാളിയായ ഒരു പാസ്റ്റർ, അദ്ദേഹം കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിച്ച് 1 വർഷത്തെ പുതിയ പ്രവർത്തനത്തിന് വേണ്ടി എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വന്ന് താമസിച്ച് അവിടെ ഒരു മറ്റു കൂട്ടായ്മ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ വന്ന് ആദ്യം പാർത്തു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവരവിടെ പാർത്തുകൊണ്ട് സുശേഷീകരണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അത് എനിക്ക് മദ്യപിക്കുമ്പോഴും ഞാൻ മദ്യപിക്കുന്നതിനെക്കാട്ടും മോശക്കാരാണ് ബന്ധക്കോസുകാരെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. മദ്യപാനികളെക്കാട്ടും മോശക്കാരാണ്, പണി ചെയ്യാതെ ജീവിക്കുന്നവരാണ്, അവര് ദൈവത്തെ വിറ്റ് ജീവിക്കുന്നവരാണെന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ മദ്യപിച്ചിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളിൽ ചീത്ത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിനൊക്കെ രാത്രി സമയങ്ങളിൽ കല്ലെടുത്ത് ഈ ആസ്പെറ്റോസിറ്റിയൊക്കെയാണ് അതിന്റെ മുകളിലൊക്കെ എറിഞ്ഞ് ഭയപ്പെടുത്തുവാനൊക്കെ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം റോഡിൽ കൂടെ ബൈബിൾ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വളരെ അജാനുബാഹുവായ 6 അടിയോളം അടുത്ത് പൊക്കമുള്ള ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും
ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടത്തി ചീത്ത പറയാറുണ്ടായിരുന്നു. വളരെ മോശമായ രീതികളിൽ അദ്ദേഹത്തെ അവഹേളിക്കാറുണ്ടായിരുന്നു. മദ്യപിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ ഞങ്ങള് കൂട്ടുകാരൊക്കെ കൂടി ഒത്തിരി ആക്ഷേപിക്കുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹം എന്നാൽ ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ അദ്ദേഹം അതിനോടൊന്നും പ്രതികരിക്കാറ്. ഞാൻ ഓർത്തിട്ട് നമ്മളെ ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാതിരുന്നതെന്നാണ്. പിന്നെ അദ്ദേഹവുമായി സംസാരിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം നമ്മളെ ഭയപ്പെട്ടത് കൊണ്ടല്ല, അദ്ദേഹം കർത്താവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് പ്രതികരിക്കാതെ പോയത് എന്നത് പിന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആ മനുഷ്യൻ ഞാൻ അതിരാവിലെ ഞാൻ 5 മണിക്കൊക്കെ എന്റെ വീട്ടിൽ വരും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ കാണുകയില്ല. അതുകൊണ്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എന്റെ ചാച്ചൻ ടാപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്തേക്ക് ആ സമയത്ത് അദ്ദേഹം എന്റെ വീട്ടിൽ വരും. രാവിലെ 5 മണിക്ക് വന്നിട്ട് എന്നോട് ഉപദേശിക്കും. സുനിലിന് നല്ലൊരു ഭാവിയുണ്ട്, ഇങ്ങനെ ജീവിതം നശിപ്പിക്കരുത്, സുനിലിനെ കർത്താവ് സ്നേഹിക്കുന്നു, യേശുവിന്റെ സ്നേഹത്താൽ സുനിലിന് വിടുതലുണ്ടാകും, നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം എന്നെ ഉപദേശിക്കുമ്പോൾ അതൊക്കെ വളരെ അവജ്ഞയോടെ ഞാൻ തള്ളിക്കളഞ്ഞ് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനൊന്നും പോകുന്നില്ല, നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നതിന് നല്ലത് വേറെ ആരെങ്കിലും ഒക്കെ പോയി പിടിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആ സമയത്ത് നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയുമായി. എന്നാൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി രാവിലെ 5 മണിക്കും അതുപോലെ ഞാൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം അങ്ങനെ കയറി വന്ന് തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തികഞ്ഞൊരു മദ്യപാനിയും വലിയ പ്രശ്നക്കാരനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിയ സാക്ഷിയൊക്കെ എന്നോട് പങ്കുവെച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ അവിടെ വിളിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള താല്പര്യം കൊണ്ടല്ല, അദ്ദേഹം ആ ദിവസം കൊണ്ട് എന്നോട് വലിയ അടുത്തൊരു ഒരു മിത്രമായി മാറിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ 2000 സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ അവിടെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന, അദ്ദേഹവും ഭാര്യയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, സുനിൽ വന്ന് പങ്കെടുക്കണം, ഞാൻ സുനിലിന് വേണ്ടിയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് പറയാനിടയായി. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കാൻ, അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ട എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഞാൻ ആ പ്രാർത്ഥനയിൽ സെപ്റ്റംബർ 1 തീയതി നടന്ന പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അദ്ദേഹവും ഭാര്യയും കുഞ്ഞും ഞാനും മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നവരെ എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഒത്തിരി നേരം ഇങ്ങനെ പല വചനങ്ങൾ എടുത്ത് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആ സമയങ്ങളിൽ ഗ്രഹിക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, കർത്താവ് തകർന്നു പോയവരെ പണിയാൻ പറ്റുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നോട് എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയാൽ ഞാൻ എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കും, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ഇങ്ങനെ ഒരു ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ആദ്യത്തെ ദിവസം 5 മണിയായി. 5 മണിയായ സമയത്ത് അല്പസ്നേഹം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമുക്കിനി വൈകിട്ട് ഒരുമിച്ച് കൂടാന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഇരുന്നപ്പോൾ ഞാൻ എന്റെ ഒരു സുഹൃത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ റോഡിലൊന്ന് പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സുഹൃത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ റോഡിലേക്ക് പോയി. അപ്പൊ അവനെയൊക്കെ പുകവലിക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെയുള്ള ശിഷ്യന്മാരൊന്നും എനിക്കുണ്ടായിരുന്നു. മദ്യപാനത്തിന്റെയും പുകവലിക്കാൻ പഠിപ്പിച്ചതിന്റെയൊക്കെ ഒത്തിരി യൗവനക്കാര് അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി, ഞങ്ങൾ പോയി ഒരു കടയിൽ പോയി 2 പിൽസ് എന്ന് പറയുന്ന പിൽസ് മേടിച്ചു. അത് ഞാൻ പബ്ലിക് വലിക്കും, മറ്റവൻ അങ്ങനെ പബ്ലിക് വലിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ അവനാണ് മേടിച്ചത്. ഞാനത് മേടിച്ച് കത്തിച്ചു, വലിക്കാൻ ശ്രമിച്ചു. വലിച്ചപ്പോൾ പുക വരുന്നില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പൊ ഞാൻ അതെടുത്ത് നോക്കി, സിഗരറ്റിനൊക്കെ പുക വന്നില്ല, അതെങ്കിൽ അത് എങ്ങനത്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് അതിന്റെ ശാസ്ത്രീയ വശം അറിയാൻ. ഞാൻ അതിന്റെ ചുക്കയൊക്കെ ഒന്ന് തിരുമി, അതിന്റെ പഞ്ഞിയൊക്കെ തിരുമി ആ സിഗരറ്റ് പിന്നെയും ഒന്ന് വലിച്ചു. അപ്പോഴും പുക അകത്തോട്ട് വരുന്നില്ല. അപ്പം ഞാൻ ഇനി അതിന് വല്ല ഹോൾസ് ഉണ്ടോ തോന്നുന്നുണ്ട്, എല്ലായിടത്തും പരിശോധന, സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ സിഗരറ്റിന് ഒരു കുഴപ്പവും കാണുന്നു. പിന്നെ ഞാൻ ആഞ്ഞു വലിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ വേദന ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതൊന്ന് വലിച്ചപ്പോൾ തൊണ്ടയുടെ വേദന അസഹ്യമാകുന്നത് പോലെ എനിക്ക് പിന്നെ വലിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് തൊണ്ടവേദന മൂർച്ഛിച്ചു. അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ ഇങ്ങനെ, പരിശുദ്ധാത്മാവുണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെ ചിന്തിച്ചു, ഇനി ദൈവം വല്ലതും പ്രവർത്തിച്ചതാണോ എന്തെങ്കിലും ഒരു ചിന്ത പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് ഞാൻ ആ പിൽസ് തറയിലിട്ട് ചവിട്ടി കളഞ്ഞു. ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് അന്ന് 2000 സെപ്റ്റംബർ 1 തീയതി തറയിലിട്ട് ചവിട്ടിക്കളഞ്ഞ ആ സിഗരറ്റ് പിന്നെ എടുക്കുവാൻ ഇതുവരെയും ദൈവം അനുവദിച്ചിട്ടില്ല. അത്ഭുതകരമായി എനിക്ക് കർത്താവ് അന്ന് പകലിൽ തന്നെ ഒരു മോചനം നൽകുവാനായിട്ടിടയായി. മദ്യം ഉപയോഗിച്ച മദ്യപാനത്തിന്റെ ആസക്തി എന്ന് പറഞ്ഞാല് മദ്യം വിളമ്പുന്നിടത്ത് ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പോകുകയില്ല. സാധാരണ മദ്യം ഷെയർ ചെയ്യുന്നത് ആരാണ്? ഗ്ലാസുകളിൽ പകരുന്നത്. കൃത്യ അളവിൽ ഒഴിക്കാനൊക്കെ നമുക്ക് നല്ല വിദഗ്ധമായ കഴിവുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരു ആള് പെട്ടെന്ന് അറ്റാക്കായി അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരാൻ എന്നെ പറഞ്ഞു വിട്ടാൽ ആ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും മദ്യപിക്കുന്നവർ നിൽക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ കൂടി അതിന്റെ ഷെയർ പറ്റാതെ ഞാൻ പോകാറുണ്ട്. കാരണം ആള് മരിച്ചോ മരിച്ചിട്ടോ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലായിരുന്നു. അത്രയ്ക്ക് അഡിക്റ്റ് ആയിരുന്ന എന്റെ ജീവിതത്തിന്റെ കർത്താവ് അന്ന് എനിക്ക് മോചനം നൽകി. അതിന്റെ 10ാമത്തെ ദിവസമായിരുന്നു 2000 സെപ്റ്റംബർ 10 ഓണം. സാധാരണ എനിക്ക് പ്രായമായതിനു ശേഷം ഓണം എന്ന് പറയുന്ന ദിവസം, അന്ന് ഈ ഓണം കേരളീയർക്ക് ഒരു പ്രത്യേകതയായിരുന്ന സാഹചര്യമായിരുന്നു. ഓണം കാണും പറ്റും ഓണം എന്നൊക്കെയുള്ള ചൊല്ലുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു എനിക്ക് അറിവായതിനു ശേഷം ഓരോ ഓണത്തിന് പോലും അങ്ങനെ ഉണ്ണാനൊന്നും പറ്റിയിട്ടില്ല. കാരണം 11 മണിക്ക് മുമ്പേ മദ്യപിച്ച് ഫ്ലാറ്റായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ കൂട്ടുകാരും കൂടി മദ്യപിച്ച് ഇങ്ങനെ വോമിറ്റ് ചെയ്ത് എവിടെയെങ്കിലും കിടന്ന് മയങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഓണത്തിന് 10ാമത്തെ ദിവസം അതുപോലെ എന്റെ സുഹൃത്തുക്കൾ എന്നെ മദ്യപിക്കാനായിട്ട് വിളിച്ചു. ഞാന് പിന്നെ പോകാതെ വിട്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ദൈവം എന്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ദൈവം പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, അവരിപ്പോ വിളിച്ചപ്പോൾ നീ പോകാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് രഹസ്യമായിട്ടൊക്കെ കിട്ടുമ്പോൾ നീ ഉപയോഗിച്ചു പോകും. അതുകൊണ്ട് അതിനുമേൽ നിനക്കൊരു ജയം ഉണ്ടാകണം. നീ പോകാൻ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഞാൻ അവരെ പറയുമ്പോൾ എനിക്ക് തോന്നി. ഞാൻ അവിടെ ചെന്നപ്പോൾ 3 ഫുഡും ഒരു ഹാഫും ഒക്കെ എടുത്തു വെച്ചിട്ട് ആൾക്കാർ എന്റെ കൂട്ടുകാരിങ്ങനെ അത് കുടിക്കാൻ വേണ്ടി എന്നോട് ഒരു കുപ്പി എടുത്താന്ന് പറഞ്ഞ് ഊറ്റാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഊറ്റുന്നില്ല, നിങ്ങൾ ഊറ്റാൻ പറഞ്ഞു. അപ്പം അവരെനിക്കൂടെ കൂട്ടി ഒരു ഗ്ലാസ് എല്ലാം ഊറ്റി. അപ്പൊ അവിടെ നിന്ന് അവരെല്ലാം കുടിച്ചു. എന്നോട് കുടിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആദ്യം ഊറ്റുകയും ഞാൻ ആദ്യം കുടിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് കുടിക്കാനായിട്ടുള്ള പ്രേരണ ഉണ്ടാകുന്നു. ഞാൻ അവിടെ നിന്നു. അവരത് ഊറ്റി കുടിച്ച് എടുത്തു തരാൻ നോക്കി. ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ചോളാം, അവിടെ വെച്ച് ഞാനും വേണമെങ്കിൽ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3.5 കുപ്പി കഴിച്ചു തീരുന്നോടം വരെ ഞാൻ അവിടെ നിന്നു. അതിൽ നിന്ന് ഒരു തുള്ളി പോലും കുടിക്കാൻ ദൈവം അനുവദിച്ചില്ല. മാത്രമല്ല അപ്പൊ എനിക്കൊരു ഇത് തോന്നി, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ അവിടുന്ന് ഞാൻ തിരികെ പോകുന്ന സമയത്ത് ദൈവം എന്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചു, നിനക്ക് ഇപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പരസ്യമായ വിജയം നൽകിയില്ലായിരുന്നെങ്കിൽ നിനക്ക് രഹസ്യമായി ചിലപ്പോൾ നീ പരാജയപ്പെട്ടുമായിരുന്നു എന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിൽ നൽകി. അങ്ങനെ മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്നും പുകവലിയുടെ ആസക്തിയിൽ നിന്നും മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളിൽ നിന്നെല്ലാം കർത്താവ് എനിക്ക് പരിപൂർണമായ വിടുതൽ നൽകി. ആ വിടുതൽ നൽകിയ ജീവിതത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും 2001 ജനുവരി 19 യേശു ക്രിസ്തുവിനെ കുമ്പനാട് നടന്ന ബൈബിൾ കൺവെൻഷനോട് ബന്ധപ്പെട്ട് അവിടെ വെച്ച് ജലത്തിൽ സാക്ഷീകരിക്കുവാനും 18 ജലത്തിൽ സാക്ഷീകരിക്കുവാനും 19 പരിശുദ്ധാത്മാഭിഷേകം അവിടെ നടന്ന പ്രഭാത പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവിക്കുവാനും കർത്താവ് കൃപ നൽകി. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. കാരണം എൻ്റെ രാത്രി കാലങ്ങളിൽ ഞാൻ വരുമ്പോൾ എന്നെ കാത്ത് വിളക്കും കത്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുഖം ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ നിന്നെ പോലെ എത്ര കുടുംബങ്ങളിൽ എത്ര അമ്മമാർ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നു, എത്ര കുടുംബങ്ങളിൽ എത്ര ഭാര്യമാർ, എത്ര മാതാപിതാക്കൾ, എത്ര മക്കൾ ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്കൊരു വെളിച്ചമായി തീരുവാൻ, അവർക്കൊരു മാറ്റം വരുവാൻ, അത് ഞാനൊരു പാത്രമായ അതിനൊരു ഉപകരണമായി തീർന്നാൽ അത് ആണ് ഈ ലോകത്ത് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കർത്താവിന് വില ചെയ്യാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. ആ വർഷം തന്നെ ദൈവവചനം പഠിക്കാൻ പോകുവാനും എനിക്ക് ദൈവം വിശേഷമായ ഒരു കൃപ നൽകിയത്, ഞാൻ രക്ഷിക്കപ്പെടാൻ സമയങ്ങളിൽ തന്നെ എനിക്ക് സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാനും എൻ്റെ രക്ഷാനുഭവത്തെ പങ്കുവെക്കാനും ഒക്കെ ഉള്ളൊരു വലിയ ഇപ്പോൾ നമ്മൾ മുമ്പേ കേട്ട ഒരു ആത്മഭാരം എൻ്റെ ഉള്ളിൽ ദൈവം നൽകി. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ പലരെയും എനിക്ക് രക്ഷാനുഭവത്തിലേക്ക് ആ സമയങ്ങളിൽ തന്നെ എന്നെ രക്ഷയും കൊണ്ടുവന്ന പാസ്റ്റർ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവാനും എൻ്റെ സുഹൃത്തുക്കളിൽ പലരും രക്ഷിക്കപ്പെടുവാനും ഒക്കെ അവസരമുണ്ട്. അവരൊക്കെ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകി. ഞാൻ തൊടുപുഴയിലുള്ള ഒരു സാധാരണ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിച്ചു. അവിടെ നിന്ന് 3 വർഷത്തോളം അവിടുത്തെ പഠനം കഴിഞ്ഞ് കർത്താവിന്റെ ദാസനോട് ചേർന്ന് എൻ്റെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി. ദൈവദാസനോട് ചേർന്ന് നിരവധി ഭവനങ്ങളിൽ കടന്നു പോകാനും ഞാനാണ് അവിടുത്തെ ആദ്യത്തെ 1ാമത്തെ വിശ്വാസി. 3 വർഷം കൊണ്ട് ഏകദേശം 27 കുടുംബങ്ങൾ അവിടെ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്നു. അതിന്റെ ഒരു ഔട്ട്പേഷൻ വർക്കായിട്ട് കോരുത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് പിന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവിടെയും 10-24 കുടുംബങ്ങൾ ആ കാലഘട്ടങ്ങളിൽ രക്ഷാനുഭവത്തിലേക്ക്, അവിടുത്തെ യാക്കോബായ സഭയിൽ നിന്നൊക്കെ 9 കുടുംബങ്ങൾ ആ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയിൽ. അങ്ങനെ ആ പ്രവർത്തനങ്ങളെയൊക്കെ വിശാലമാക്കി ദൈവം ആ കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്കും അവസരങ്ങൾ നൽകി. ആ ദൈവദാസന്റെ
അനുഭവങ്ങളും ശുശ്രൂഷകളും ഒക്കെ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു ഭാഗമായി മാറുവാൻ ദൈവം എന്നെയും പ്രയോജനപ്പെടുത്തി എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. അതിനുശേഷം കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകാൻ ദൈവം അവസരമുണ്ടാക്കി. 2003 എന്റെ വിവാഹം നടന്നത്. കൊട്ടാരക്കരയിലുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസാനുഭവത്തിലേക്ക് വന്ന സുമ എന്ന് പറയുന്ന സഹോദരി എനിക്ക് കർത്താവ് ജീവിത പങ്കാളിയായി നൽകി. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് കർത്താവിന്റെ വേല അന്നു മുതൽ വളരെ ഹിന്ദുക്കൾ പാർത്തുകൊണ്ടിരുന്ന ഒരു പ്രദേശത്ത്, എന്റെ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് തന്നെയാണ് തമ്പലക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഞങ്ങൾക്ക് കുടുംബമായി ആദ്യം കർത്താവിന്റെ വേല ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിരവധി അമ്പലങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവരും മാത്രമാണ് ഏറ്റവും കൂടുതൽ അവിടെ തിങ്ങിപ്പാർത്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഈ അവിടെ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനമായിട്ട് ഞാനും വേറൊരു സഹോദരനും ഒരു അങ്കിളും ഒക്കെ ആയിട്ട് അതിലെ വീടുകൾ കയറി സുവിശേഷം പങ്കുവെക്കാൻ പോയിരുന്നു. ആ സമയത്ത് അവരുടെ വീടുകളിൽ ഞങ്ങളെ കയറ്റിയില്ല എന്ന് മാത്രമല്ല, അവർ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ വന്നവരെയൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ ഭീഷണികളും ഞങ്ങളെ ഒരു വീട്ടിൽ കയറ്റാനും അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ആ പ്രദേശത്ത് പോയി പ്രവർത്തിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. അവിടെ ഞങ്ങൾ അന്ന് ആ പ്രവർത്തനത്തിന് പോകുന്ന സമയത്ത് ഒരു വീടിന്റെ പിൻവശത്തു കൂടി അവരുടെ മുൻഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ പറമ്പിലേക്ക് കാല് വെച്ചപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു പ്രേരണയുണ്ടായി. അപ്പൊ ഞങ്ങൾ ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ബാബു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പിന്നെ ഇറങ്ങി വന്നു. വീട്ടിൽ കുറച്ച് ആൾക്കാരെ, കുഞ്ഞുങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നു. അത് പുതിയ TV ഏതാണ്ട് മേടിച്ച് അവരൊരുമിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഈ ബാബുവിനോട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വന്നാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പറയണ്ട, സംസാരിക്കേണ്ടെന്ന്, സുവിശേഷം കേൾക്കാൻ താല്പര്യമില്ലാന്ന്. അദ്ദേഹം ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ ചേട്ടായി ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഭയങ്കര രസകരമാണ്, അപ്പോൾ തന്നെ ചിന്തനീയമായ ഒരു വാക്കാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ക്രിസ്ത്യാനികളായ നിങ്ങൾ, ഹിന്ദുക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ദൈവത്തിന് അതൊരു പ്രയാസം ഉണ്ടാവും, പിന്നെ അവര് തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പൊ നമ്മളെന്തിനാ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു. അത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രേരണ ഉണ്ടായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങളൊരു 2 ട്രാക്റ്റ് കൊടുത്തു അദ്ദേഹത്തിന്, അത് വായിക്കണം എന്ന് പറഞ്ഞു. ആ ഹെഡിങ് അത് വാകത്താനം ശാലയം ബൈബിൾ സൊസൈറ്റി ഇറക്കിയ ട്രാക്റ്റ് ആയിരുന്നു. ആ ട്രാക്റ്റിന്റെ അകത്ത് അതിന്റെ ഹെഡിങ് ഇങ്ങനെ ആയിരുന്നു, ഒന്ന് മരണത്തിൽ നിന്നുള്ള വിടുതലും, രണ്ടാമത് ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു. ഇങ്ങനെ 2 ഹെഡിങ്ങോട് കൂടിയ ഒറ്റ കഷണം, ചെറിയ പേപ്പർ. അതിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച്, രക്ഷാനുഭവത്തെ കുറിച്ച് എഴുതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യരുതെന്നും അതുപോലെ എന്ത് പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരങ്ങളാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അതിനുശേഷവും പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. അവിടെ അവധിക്ക് വന്ന സമയത്തായിരുന്നു അവിടെ പ്രവർത്തനത്തിന് പോയത്. ഈ ബൈബിൾ കോളേജിൽ നിന്ന് 15 ദിവസം കഴിഞ്ഞ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ 3 പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ ബാബുവിന്റെ ഭാര്യയും 17 വയസ്സന്ന് +1 2 പഠിക്കുന്ന 17 വയസ്സുള്ള രമ്യ എന്ന് പറയുന്ന ആ മകളുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കയറിയ വീട്ടിലാണ്. അതെന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തു. ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് ദൈവം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അവരുടെ ഒരു മൂത്ത മോളുണ്ടായിരുന്നു, ചേനപ്പാടി എന്ന സ്ഥലത്ത് വിവാഹം കഴിച്ചയച്ചിരുന്നു. പിറ്റേ അവധിക്ക് ഞാൻ വന്നപ്പോൾ എന്റെ പാസ്റ്ററെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ പോയി. അവരെ കണ്ടിട്ട് ഈ വീട് പ്രാർത്ഥനയ്ക്കായി തുറന്നു തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാനായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി ഞെട്ടിപ്പോയി. കാരണം ഈ മാതാപിതാക്കളും സഹോദരി ആത്മഹത്യ ചെയ്തതിനോട് ബന്ധപ്പെട്ട് അതിന് ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്ന കുടുംബങ്ങളെല്ലാം അവരുടെ ബന്ധുവീടുകളിൽ പോയി പാർക്കുകയാണ്, ഭയപ്പെട്ടിട്ട്. അവിടെ വലിയ ശല്യമുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീട് പോയി ചോദിക്കുന്നത്. അവര് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെങ്കിൽ ആ വീട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ചു തന്നു. 450 രൂപ അന്ന് വാടക കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ വീടെടുത്ത് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവരുടെ സെൽഫില് ഞങ്ങൾ കൊടുത്ത 2 ട്രാക്റ്റുകൾ ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഇങ്ങനെ ഇപ്പോഴും ആ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് അവർ ആ ട്രാക്റ്റ് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, സഹോദര, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, യേശുവിനെ സ്നേഹിക്കുന്നു, രക്ഷിക്കും, വിടുവിക്കും എന്നുള്ള സന്ദേശം അതിനകത്തുണ്ടായിരുന്നു. അതൊന്ന് വായിക്കാൻ അവർ തുനിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യ എന്നവർക്ക് ഒഴിവായി പോകാമായിരുന്നു. ഇന്നും ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ട്രാക്റ്റുകൾ വിതരണം ചെയ്യുന്നവരാണ്, ഇങ്ങനെ പരസ്യ മീറ്റിങ്ങുകളിലൂടെയെല്ലാം. അപ്പോൾ അവർക്ക് എല്ലാം ഒരു പ്രചോദനം ഉണ്ടാകാൻ ഞാൻ ദേവദാസന്മാരോട് പറയാറുണ്ട്,
നമ്മൾ കൊടുക്കുന്ന ട്രാക്റ്റിനെല്ലാം ആ ശക്തിയുണ്ട്. അതൊന്ന് വായിപ്പാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അതിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാകും എന്ന് ഞാൻ പറയാറുണ്ട്. ഇതിനിടയ്ക്ക് കാസർഗോഡ് ജില്ലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മീയപരമായി വളരെ വരണ്ട ഒരു പ്രദേശമാണ് കേരളത്തിലെ വടക്കേന്ത്യ എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് സമയമുണ്ടെങ്കിൽ മുമ്പ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ ഞാനും കല്യാണശേഷം എൻ്റെ ഭാര്യയും അവിടെ താമസിച്ച് ഞങ്ങൾ ഒരു വർഷം മിച്ചോടെ പ്രവർത്തിക്കാനായിട്ടിടയായി തീർന്നു. അവിടെ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അയൽക്കാരെല്ലാം മടങ്ങി വന്നത്. അവിടുന്ന് കാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞവർക്ക് അവരൊക്കെ വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ ഞങ്ങളോട് ഇടപെടുന്ന അനുഭവം ഉണ്ടായിരുന്നു. വളരെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ കർത്താവിന്റെ വചനം പങ്കുവെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അതിനുശേഷം മറ്റൊരു കർത്താവിന്റെ ദാസനോടെ കുടുംബമായി വന്ന് പാർത്ത് കർത്താവിന്റെ വേലയിൽ തുടരുവാനിടയായി. ഞാനപ്പോൾ അവിടുന്ന് കണയങ്കവേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനും എൻ്റെ ഭാര്യയും 3 മാസം പ്രായമുള്ള മോനുമായി അവിടെ ഞങ്ങള് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി. അതിനിടയിൽ എൻ്റെ ഭാര്യ കേന്ദ്ര പശ്ചാത്തലത്തിൽ വന്നായിരുന്നു ഞാൻ ഓർപ്പിച്ചല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ ഈ ട്യൂബറൽ പ്രഗ്നൻസി ആയിരുന്നു. ആദ്യം അവൾ ഗർഭവതിയായപ്പോൾ ട്യൂബിലായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ ഇടയ്ക്കെല്ലാം ബ്ലീഡിങ് ആകുന്നത് കൊണ്ട് ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അവര് സ്കാൻ ചെയ്ത് പറഞ്ഞ് ട്യൂബിലാണ് ആയിരിക്കുന്നത്. പിന്നെ അധികം 2 മാസം പോലും ആയിട്ടില്ലാത്ത കുഴപ്പമില്ല. ഒരു ഇഞ്ചക്ഷനും പിന്നെ ഇച്ചിരി വലിയ ടാബ്ലറ്റ് കൂടെ കൊടുത്താൽ അത് മാറാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, ഒരു ടാബ്ലറ്റും കൊടുത്തു. അപ്പൊ ഈ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ആ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വന്ന രാത്രി മുഴുവൻ എൻ്റെ ഭാര്യ വൊമിറ്റ് ചെയ്യാനിടയായി. പ്രഭാതത്തിലായപ്പോൾ അവൾ വളരെ ക്ഷീണിതയായി. കണ്ണെല്ലാം ഇങ്ങനെ മറിഞ്ഞ് വളരെ അസ്വസ്ഥതപ്പെട്ടു. അപ്പൊ എനിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വലിയ മുഖവിലേക്ക് എടുത്തില്ല. അത് അതിന്റെ സൈഡ് എഫക്റ്റ് ആണല്ലോ, അതങ്ങ് മാറുമല്ലോ എന്നുള്ള ചിന്തയിലിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ സഭയിലുള്ള ഒരു ആന്റി, പാസ്റ്ററുടെ ആന്റിയും കൂടെ അവിടെ ഭാര്യയും കൂടി അവിടെ ഇവിടെ കാണാൻ വന്നപ്പോൾ കണ്ണെല്ലാം മറിഞ്ഞ് ഇങ്ങനെ ഒരു അബോധാവസ്ഥയിലേക്ക് മാറുന്ന കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അവര് നേഴ്സായിരുന്നു മറ്റേ ആന്റി. അപ്പൊ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണോ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് അവിടെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല അവിടെ ട്യൂബ് ഉള്ളിൽ പൊട്ടി വയറ്റിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഡോക്ടറിനെ പെട്ടെന്ന് സ്കാൻ ചെയ്ത് എന്നോട് പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഞങ്ങളുടെ മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അത് അവിടെ പണം അടച്ചിട്ടേ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ പെട്ടെന്ന് 5000 രൂപ അടയ്ക്കണോ, എൻ്റെ പൈസ ഇല്ലാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കാശില്ല. ഒന്നേ അവർ പറഞ്ഞ അത് പിന്നെ അടച്ചാൽ മതി, ഇത് ലൈഫ് സേവിങ്ങിന്റെ കാര്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എനിക്ക് എങ്ങനെ കേട്ടിട്ടുണ്ട് ട്യൂബൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, ബാക്കിയെല്ലാം പിന്നെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് അവളെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ മേജർ ഓപ്പറേഷൻ നടത്തി. അന്ന് 15,000 രൂപയോളം ആയ ഒരു മേജർ ഓപ്പറേഷൻ നടത്തിയിട്ട് അവര് പിന്നെ ഞങ്ങള് ഡിസ്ചാർജ് ആയി ഭവനത്തിലേക്ക് വരുന്ന നേരത്ത് അവര് എന്നോട് പറഞ്ഞു ഇനി അടുത്ത ട്യൂബിൽ 7 ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉടനെ ശ്രമിക്കരുത്. ഏകദേശം ഒരു തുടർമാനമായി മരുന്ന് കഴിച്ച് അതിന് എല്ലാം മാറ്റം വന്നതിന് ശേഷമേ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കാവുള്ളൂ എന്ന് ഞങ്ങൾ ഓർപ്പിച്ചിരുന്നു. 6 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു. ഞങ്ങള് പ്രവർത്തന സ്ഥലത്തേക്ക് മടങ്ങി വന്ന് അവിടെ പാർത്തു. ഈ 6 മാസത്തെ റെസ്റ്റ് പറഞ്ഞ സമയത്ത് എനിക്ക് കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. കൊട്ടാരക്കരയാണ് എൻ്റെ വൈഫ് ഹൗസ്. അപ്പൊ അവളെ മാത്രം സോറി, അത് രണ്ടാമത്തെ കേസാണ്. ആദ്യത്തെ കേസിൽ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. എന്നിട്ട് 2-3 കേസുകൾ എൻ്റെ വൈഫിനോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പ്രയാസങ്ങൾ. മരണകരമായ അനുഭവത്തിൽ നിന്ന് അവളെ ദൈവം രക്ഷിച്ച അനുഭവങ്ങളുണ്ട്. എല്ലാം പറയാൻ അവസരം എന്ന് ഞാൻ കരുതുന്നില്ല, സമയം കിട്ടുമെന്ന്. ഞാൻ വേഗത്തിൽ എന്നിട്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഞാൻ ഈ തമ്പലക്കാട് തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു 40 ദിവസം ആ ദേശത്തിന് വേണ്ടി ഉപവസിക്കാൻ ഒരു പ്രേരണ കർത്താവിന്റെ വിളി നൽകി. അങ്ങനെ ഒരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാനിടയായി. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ എഴുതി വെച്ച്, കർത്താവെ ഞങ്ങൾക്ക് ഒരു പൈതലിനെ ദൈവത്തിന് ഹിതമാണെങ്കിൽ നൽകണമേ എന്ന് പറഞ്ഞ് അതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് എഴുതി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു. ഇവള് ഈ ഒരു അതിന്റെ പശ്ചാത്തലത്തിൽ വന്നുകൊണ്ട് അവരുടെ ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞ് അവരുടെ ദൈവത്തെ വിട്ടിട്ട് പോയത് കൊണ്ടുള്ള
പ്രശ്നമാണ്. ഇനി എന്തൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അന്നേ ഞങ്ങൾ പറഞ്ഞു ഇവരെ അങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുവാനൊക്കെ ഇടയായി. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അവളെ പറ്റുന്ന രീതിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ 6 മാസം അവളുടെ റെസ്റ്റ് കഴിഞ്ഞു, ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അതിന്റെ പിറ്റേ മാസം 7-ാം മാസം വീണ്ടും ഇവർക്ക് ഇങ്ങനെ അവള് പ്രഗ്നന്റ് ആയി. ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൂടി. അപ്പൊ ഡോക്ടർ എന്നെ നോക്കിയ ഡോക്ടർ തന്നെ ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ, ഇനി ആ ട്യൂബ് ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞതല്ലായിരുന്നു, ശ്രദ്ധിക്കണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം തന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, വൈദ്യശാസ്ത്രത്തിന് ദൈവം തന്നൊന്നും പറഞ്ഞിട്ട് കാര്യം, ഞാൻ പോയി സ്കാൻ ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു എന്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ കൊടുത്തു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു, കുട്ടി യൂട്രസിലാണ് എന്നിങ്ങനെ പറയാനിടയായി. എന്നൊക്കെയാണ് ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങൾക്കൊരു മോനെ കർത്താവ് നൽകി. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് പേരിട്ടു ജോനാഥൻ എന്ന്. അവന് പേരിട്ടു ജോനാഥൻ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ നൽകി എന്നാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം നൽകുന്നതാണ്. ദൈവം നൽകാത്തതായിട്ട് ഒരു മനുഷ്യനുമില്ല. പക്ഷെ ആ പേരിന്റെ അർത്ഥം അതായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നുകൊണ്ട് ഇത് ദൈവത്താൽ സംഭവിച്ചു എന്നുള്ള ആ ഒരു ചിന്തയിൽ നേരത്തെ തന്നെ ജോനാഥൻ എന്ന പേര് ഞങ്ങൾ ഇട്ടിരുന്നു. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകള് പിന്നെ പിന്നെ ഗർഭവതിയായിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വയറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുമല്ലോ, ഈ പിന്നെ കുട്ടി ഇത് പെൺകുട്ടിയാ, ഇത് ആൺകുട്ടിയാന്നൊക്കെ പറയാം. അപ്പൊ ഈ എന്റെ വൈഫിനെ കണ്ട എല്ലാരും പറഞ്ഞ അവൾക്ക് പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നേരത്തെ പേരിട്ട് ഇരിക്കുകയാണ് ജോനാഥൻ. ഇപ്പൊ തന്നെ അന്ന് ലിംഗനിർണ്ണയം ഒന്നും പറ്റുകയല്ല. അപ്പൊ തന്നെ പിന്നെ അവിടെ എന്റെ വൈഫിന്റെ ചർച്ചിലുള്ളവരൊക്കെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് പേര് വരെ ഇട്ട് സാറാന്നിട്ടാ മതി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുക. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കർത്താവ് നന്നാണല്ലോ. ഞങ്ങൾ അങ്ങനെ യോനാൻ എന്നൊക്കെ പേരിട്ട് വലിയ അത്ഭുതങ്ങൾ അതിന്റെ പേരിൽ നടന്ന ഒരു കാര്യം കൂടി പറയാം. കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അവൾ ഡെലിവറി നടന്നത്. ഞാൻ രാവിലെ ഇങ്ങനെ ഞാനും അവളുടെ അമ്മയും കൂടെ ഇങ്ങനെ പിന്നെ തിയേറ്ററിന്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ അവര് വന്നിട്ട് സുമയുടെ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചു. ഞാനാന്ന് പറഞ്ഞു. സുമ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ഞാനത് വലിയ പ്രയാസപ്പെട്ടു പോയി. കർത്താവെ, ഇങ്ങനെ ഞങ്ങൾ പേരലായിട്ട് പോയല്ലോ. എന്നാലും കുഴപ്പമില്ല. അതിനെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ എന്നെ വീട്ടിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഇച്ചിരി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണോ പിന്നെ നേഴ്സ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, പിന്നെ ആൺകുട്ടിയാണ്, ഞാൻ പറഞ്ഞു വിട്ടുപോയി, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. വലിയ കേസാണ് എങ്കിൽ പോലും അന്നേരം എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അല്ലെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സന്തോഷമാണ്. പക്ഷെ ഇങ്ങനൊരു ഞാൻ തിരുവെഴുത്ത് മൊത്തം പരിശോധിച്ചപ്പോൾ ഈ പ്രാർത്ഥിച്ച് ലഭിച്ചതിന്റെ ആൺകുട്ടികളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെൺകുട്ടികളും ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായി ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ജോനാൻ എന്നൊക്കെ പേരിട്ട്, ഇത് പ്രാർത്ഥിച്ച് ലഭിച്ചതാണെന്നുള്ളതിൽ. എന്തൊക്കെയാണെങ്കിലും കർത്താവിന്റെ കൃപയില് ജോനാഥൻ ഞങ്ങളുടെ കൂടെ, ജോനാഥന് ഇപ്പോൾ 20 വയസ്സുണ്ട്. അവന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. +2 ശേഷം ഡെറാഡൂണിലുള്ള NDC ബൈബിൾ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 2nd ഇയർ പഠിക്കുകയാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരു മഹാത്ഭുതം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു, കർത്താവിന് തന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. കർത്താവിന്റെ കൃപയാൽ ദൈവവചനം പഠിക്കാനായിട്ട് കടന്നുപോയി. അതൊരു സന്തോഷകരമായ അനുഭവമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇനി രണ്ടാമതൊരു മോനോടുണ്ട്, അവന്റെ പേര് ജോഷുവ എന്നാണ്. ഇവർക്കിടയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു മോളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, കൊട്ടാരക്കരയിലേക്ക് എനിക്ക് പോകേണ്ടതായ സാഹചര്യം ഉണ്ടായത്. ഞാൻ 7 മാസം അവള് ഗർഭവതിയായിരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ കൊണ്ടുവിട്ടിട്ട് എനിക്ക് ഛത്തീസ്ഗഡിൽ 1 മാസത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ടിക്കറ്റും എല്ലാം എടുത്ത് പോകാനായിട്ട് ഇരുന്ന സമയത്ത്, അന്ന് തലേദിവസം എന്റെ വൈഫിനെ കൊണ്ടുവന്ന് കൊട്ടാരക്കരയ്ക്ക് വിട്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ഛത്തീസ്ഗഡിൽ പോകാനായിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കൊണ്ടുവിട്ടതിന്റെ പിറ്റേ ദിവസം രാവിലെ അവൾക്ക് പെട്ടെന്നൊരു പ്രയാസം ഉണ്ടായി. ഞാനിങ്ങനെ തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് പോന്നിരുന്നു. പെട്ടെന്ന് അവൾക്ക് പിന്നെ ഈ അപസ്മാരം പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും അങ്ങനെ ബോധം നഷ്ടപ്പെടുകയും പെട്ടെന്ന് കൊട്ടാരക്കര ആശുപത്രി കൊണ്ടുപോയി അവര് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം SIT അവിടെ പെട്ടെന്ന് കൊണ്ടുപോവുകയും അബോധാവസ്ഥയിൽ എന്ത് സംഭവിച്ചെന്നറിയില്ല, പ്രഷർ കൂടിയതാണെന്ന് പറഞ്ഞാൽ തലയിലേക്ക് പ്രഷർ അരച്ച് കയറി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് അവൾ മരണപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് മാറി. ഞാൻ ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അവര് അത്രയും സമയം കഴിഞ്ഞിട്ടാണ് ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചിട്ടാണ് എന്റെ വൈഫിനെ നോക്കാനായിട്ട് താല്പര്യം. മണിക്കൂറുകൾ അവളെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, ശ്രദ്ധിച്ചു പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട്. കാരണം അച്ഛനും ഒന്നും പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാകാൻ, ഞാൻ വന്നിട്ട് കൊടുക്കാന്ന് ഞാൻ ചെന്നോണ്ടേ അങ്ങനെ അവര്
അങ്ങനെ എഴുതി മേടിക്കുമല്ലോ, ആള് രക്ഷപ്പെട്ടാലും മരിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത് ഒപ്പിട്ടെല്ലാം കൊടുത്തിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് വെളിയിൽ നിൽക്കും. എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പറ്റില്ല. വിഷമിച്ച് വെളിയിൽ നിൽക്കുമ്പോൾ അവിടെ കൊട്ടാരക്കര ചർച്ചിലുണ്ടായിരുന്ന ഒരു നേഴ്സ് അവിടെ ജോലിയിലുണ്ട്, ഞങ്ങൾക്കറിയില്ല. അവരിങ്ങനെ ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സുമയെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഇത്തിരി പ്രയാസത്തിലായിരുന്നു പറഞ്ഞപ്പോൾ നേഴ്സ് പറഞ്ഞു ഞാനെന്നാ പോയി നോക്കാന്ന് പറഞ്ഞു. അവർ കൂടി ചെല്ലുമ്പോൾ അവളെ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഡോക്ടർമാരെ ശ്രദ്ധിക്കുന്ന ആള് പോയെന്നുള്ളൊരു സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ആ നേഴ്സ് എന്നവരോട് പറഞ്ഞു, പിന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളാവുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടേഴ്സിനെ എല്ലാം നിർബന്ധിച്ചു. എന്നിട്ട് സുമയുടെ ചർച്ചിട്ടൊക്കെ വിളിച്ചു പറഞ്ഞു, സുമയുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്, രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിതറിഞ്ഞില്ലായിരുന്നു. എന്റെ വെളിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടേഴ്സിന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ പ്രാർത്ഥിക്കുകയും സഭ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ അബോധാവസ്ഥയിൽ അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്ത്, ഇഞ്ചക്ഷൻ ഏറ്റാല് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷനിൽ അബോധാവസ്ഥയിൽ എന്റെ വൈഫ് പ്രസവിച്ചു. അങ്ങനെ സംഭവിക്കുന്നതല്ല എന്നാണ് ജീസസ് പറഞ്ഞത്. ഒരു കുഞ്ഞുണ്ടായി, 950 ഗ്രാമമുള്ളായിരുന്നു, പെൺകുട്ടിയായിരുന്നു, 3 ദിവസം ജീവിച്ചിരുന്നു. എന്നാൽ 3-4 ദിവസത്തിന് ശേഷം, ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടാണ് എന്റെ ഭാര്യ എനിക്ക് കാണാൻ പറ്റിയത്. കാരണം അത്രയ്ക്ക് അവര് ആ ലേബർ റൂമിൽ തന്നെ, അവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ആയിരുന്നു. അവിടെ അത്രയ്ക്ക് സീരിയസ് ആയ സാഹചര്യമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതകരം കൂടി പ്രവൃത്തിയുടെ കാണുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കർത്താവ് ഞങ്ങൾക്ക് ഒരു മോനെ കൂടി തന്നു. അതിന്റെ പേര് ജോഷു എന്നാണ്. അവനിപ്പോൾ ഇവിടെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഞാൻ ആ രണ്ടാമത്തെ കേസിനോട് ബന്ധപ്പെട്ട്, ഇങ്ങനെ പ്രസവത്തിലുണ്ടായ പ്രയാസത്തോട് ബന്ധപ്പെട്ട് എനിക്ക് കൊട്ടാരക്കരയിലേക്ക് സുമയുടെ മാതൃചർച്ചിൽ കുറച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകാനായിട്ട് അവസരം ഉണ്ടായി. ഏകദേശം 3-4 വർഷത്തോളം അവിടെ കൊട്ടാരക്കരയിൽ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ദൈവം അവസരം നൽകി. അതിനുശേഷം ആണ് ഞങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നത് 2009 ഏപ്രിൽ മാസമാണ് ഞങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ ഒരു സഭയുടെ ശുശ്രൂഷയ്ക്കായി വന്നത്, കർത്താവിന്റെ കൃപയാൽ. അതിനുശേഷം ഇന്നുവരെ ഏകദേശം 15 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങള് ഇവിടെ പനത്തിരി എന്ന പ്രദേശത്ത് ഒരു സഭയുടെ ശുശ്രൂഷകരായി, അപ്പോൾ തന്നെ കാസർഗോഡ് ജില്ലയുടെ സുവിശേഷീകരണത്തിന്റെ ഭാഗവാക്കുകളായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അതിശയവും അത്ഭുതകരവുമായിട്ട് വഴി നടത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന്, എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കൂടിയാണ് ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കടത്തിലേക്ക് കിടന്ന പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പൂർവ്വകാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. എനിക്കൊരു നല്ല കുടുംബജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, സഭയെ നൽകി, പ്രവർത്തന മേഖലകളെ നൽകി. ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ലക്ഷ്യവും പ്രതീക്ഷയും എല്ലാം കർത്താവിന് വേണ്ടി ഇന്ന് എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ആത്മഭാരത്തോടു കൂടി കഴിവതും എല്ലാവരിലേക്കും കർത്താവിന്റെ സ്നേഹത്തെ എത്തിക്കുവാനുള്ള വ്യഗ്രത, അതിനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം ഈ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവത്തിന്റെ ഹിതത്തിനനുസൃതമായ നിലയിൽ മാറ്റേണ്ടതിന് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന പ്രത്യേകമായി ചോദിക്കുന്നു. കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകതയെ കുറിച്ചുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 38 പഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. 4 താലൂക്കുകളും 3 മുനിസിപ്പാലിറ്റികള്, 118ഓളം വില്ലേജുകള്, 777 വാർഡുകൾ, 14 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ. ഇങ്ങനെ ഇത്രത്തോളമാണ് കാസർഗോഡ് ജില്ലയുടെ ഒരു വിവരണം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിനിടയിൽ 1500 വിശ്വാസികൾ പോലും ഈ കാസർഗോഡ് ജില്ലയിലില്ല. 70 പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ആകമാനമുള്ളത്. അതിൽ 10 പേരെങ്കിലും ആത്മീയ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന, കൂടി വരുന്ന 50-ൽ താഴെ ചർച്ചകൾ മാത്രമേ കാസർഗോഡ് ജില്ലയിലുള്ളൂ. 100 പേരെങ്കിലും കൂടുന്ന, വിരലിലെണ്ണാവുന്ന ചർച്ച് മാത്രമേ, വിരലിലെണ്ണാവുന്നത് പോലുമില്ല, 1-2 ചർച്ചകൾ ഉള്ളൂ. 100 പേരെങ്കിലും അംഗത്തോളം, അത് കൂടി വരുന്നില്ല, അങ്ങനെയുള്ള ചർച്ചകൾ. അപ്പൊ നിങ്ങൾ പ്രത്യേകമായി കാസർഗോഡ് ജില്ലയെ ഓർത്ത് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിന്റെ കൃപയിൽ ശുശ്രൂഷയിലൊക്കെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒത്തിരി ബന്ധങ്ങളുണ്ട്. അത് വെച്ച് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി പേരോട് നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ ശുശ്രൂഷയ്ക്ക് അവസരങ്ങളുണ്ട്. സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരാനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കാസർഗോഡ് ജില്ലയിൽ നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ കാസർഗോഡ് ജില്ലയുടെ ശൂന്യാവസ്ഥ, അല്ലെങ്കിൽ ശുഷ്കിച്ച സാഹചര്യം, ഈ വരണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ ഇനിയും സുവിശേഷം കേൾക്കാറുണ്ട്. 17 പഞ്ചായത്തുകളിൽ ഒരു ആത്മീയ കൂട്ടായ്മ പോലുമില്ല, വിശ്വാസികൾ പോലുമില്ല. നാമധേയ
ക്രൈസ്തവര് പോലും ഇല്ലാത്ത പഞ്ചായത്തുകൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അത്രയ്ക്കും സുവിശേഷ സംബന്ധമായി വരേണ്ട ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആയുസ് ഇവിടെ തന്നെ ചെലവഴിക്കണമെന്നും കർത്താവിന്റെ വേല ആവോളം ഇവിടെ ചെയ്യണമെന്നുള്ളതായ ഒരു താല്പര്യമാണ് ഞങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാകണം. നിരവധി സാക്ഷ്യങ്ങൾ വിവിധ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പങ്കുവെക്കുവാനുണ്ട്. ഞങ്ങൾ കണയങ്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ നാൾ പ്രവർത്തിക്കാനായി പോയിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിന്റെ ആദ്യഘട്ടമാണ്. എന്റെ മോന് 3 മാസം പ്രായമുള്ളൂ അയാൾക്ക്. അവിടെ താമസിച്ച സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഞങ്ങൾക്ക് നേരിടാൻ തുടങ്ങി. എൻ്റെ ഭാര്യ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അതുപോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്കൊക്കെ വന്നു. അങ്ങനെ അരി മേടിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വിഷമിച്ച് അവിടെ ഞങ്ങൾ ഇരിക്കുന്ന സമയം പ്രാർത്ഥിക്കും എന്നൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചൊക്കെ നിൽക്കുകയാണ്. ബന്ധങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയം ഒരു ഞങ്ങൾക്ക് വീട് തന്നൊരു ഹൈന്ദവ സഹോദരനായിരുന്നു. 630ഓളം വീടുകൾ കണയങ്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അതിൽ രണ്ട് ഹൈന്ദവരാണ് അവിടെ ഉള്ളത്. അതിലൊരു ഹൈന്ദവന്റെ വീടാണ് ഞങ്ങൾക്ക് താമസിക്കാത്തത്. ബാക്കിയെല്ലാം കത്തോലിക്കരാണ്. അപ്പോൾ തന്നെ പാറ്റിയാരായവും അങ്ങനെ മോശമായ പ്രവർത്തനങ്ങളും എല്ലാം അവിടെ വളരെ കൂടുതലായതുകൊണ്ടാണ്, അവിടെ മദ്യപാനികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയി പ്രവർത്തിക്കാൻ ഒരു പ്രേരണ ഉണ്ടായി. ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പോകാനിടയായി. ഞാൻ ആ സാഹചര്യത്തിൽ വിടുവിക്കപ്പെട്ട് വന്നതുകൊണ്ട് ആ ദേശത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ. അങ്ങനെ പോയി അവിടെ താമസിച്ചപ്പോൾ ഒരു ദൈവപ്രവർത്തിയാണ്. നിരവധി ദൈവപ്രവർത്തി എണ്ണിയാൽ തീരാത്തതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടെ ഞങ്ങളിങ്ങനെ വിഷമിച്ച് 1-2 ദിവസമായിട്ട് ഭക്ഷണത്തിനൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കും. ആ വീട്ടിലെ ഓണർ പുള്ളിക്കാരി അവിടെ വന്നു. അവർ പച്ചക്കറി കട നടത്തുകയാണ് അവിടുന്ന് ഒരു 28 കിലോമീറ്റർ ദൂരെ. അപ്പൊ അവിടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ വർത്താനം പറയാം. അവർക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. വർത്താനം വന്നാലും ചായ എടുക്കട്ടെ നമ്മൾ ഒരു ഭംഗിവാക്കി കഴിയുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ മറ്റു വീട്ടിലൊക്കെ കയറിയിട്ട് വന്നതുകൊണ്ട് ചായ വേണ്ട, അവിടെ നിന്നെല്ലാം കുടിച്ചു ഭാഷ പറഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞ പറമ്പിലൊക്കെ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. വാസക ആവശ്യമുണ്ടെങ്കിൽ പന്നിയൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ പോയി പറിച്ച് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറമ്പിൽ കയറി നോക്കിയപ്പോൾ ഈ കപ്പയൊക്കെ പന്നിയെല്ലാം കുത്തിമറിച്ച്, കപ്പയില്ല ചേമ്പും ഒക്കെ വെച്ചിട്ട് അതെല്ലാം കുത്തിമറിച്ച് മൊത്തം കളഞ്ഞിരിക്കുകയാണ്. അത് ഇച്ചിരി മോൾഭാഗത്താണ്. അപ്പൊ ഇവര് അങ്ങനെ പറമ്പിന്റെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കയറി നോക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായി. ഞാനത് നോക്കി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവള് കാപ്പി മരത്തിൽ ഇങ്ങനെ ഒരു കാച്ചിലിന്റെ വള്ളി ചുറ്റി കയറി. അപ്പൊ ഞാൻ അതിന്റെ ചുറ്റൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വലിയ കാച്ചിലിന്റെ വള്ളി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ അപ്പുറത്ത് പോയി തൂമ്പ മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അവള് പോയി തൂമ്പ മേടിച്ചുകൊണ്ട് വന്നു. ഞാനത് കിളച്ചു നോക്കി. അത് ഇങ്ങനെ മണ്ണ് മാറ്റി ചെല്ലുന്തോറും അതിന് ആഴത്തിലേക്ക് പോയിരിക്കുക. ഏകദേശം ഒരു 30 കിലോ അടുത്തുള്ള ഒരു ഭീമാകരനായ ഒരു കാച്ചില് അന്ന് ആ 11 ഞാൻ 2-3 മണിക്കൂർ കൊണ്ടാണ് അത് കിളച്ചെടുത്തത്. ഒരാഴ്ചയോളം ഞങ്ങൾ ആ കാച്ചിലാണ് വീക്ഷിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, അവര് ഇങ്ങനെ ഈ മരുഭൂമിയിൽ പിന്നെ തീക്കൽപ്പാറയിൽ വെള്ളം കരുതിയതുപോലെ കാടപ്പക്ഷിയെ കർത്താവ് ഒളിപ്പിച്ചു വെച്ചതുപോലെ ദൈവം നമ്മുടെയൊക്കെ പരിവരുത്ത ജീവിതാനുഭവങ്ങളുടെ നടുവിൽ പ്രയാസഭരിതമായ അനുഭവത്തിൽ ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ചില വിധങ്ങളുണ്ട്. ഞാൻ അവർ പച്ചക്കറിക്കാരെ നടത്തുന്നവരാന്ന് ഓർപ്പിച്ചല്ലോ. ഈ കാച്ചിൽ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അതൊരു ബിസിനസ്സായിട്ട് മാറ്റാമായിരുന്നു. 10-30 കിലോയോളം വരുന്ന കാച്ചിൽ അവർക്ക് പലർക്കായിട്ട് മുറിച്ചു വിറ്റ് പച്ചക്കറി കടയിൽ ഒക്കെ വിൽക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ദൈവം ഞങ്ങളെ പരിപാലിച്ച് അങ്ങനത്തെ വിധങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി അവിടെ തന്നെ എണ്ണിയാ തീരാത്ത പോലെ കരുതലുകൾ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രമല്ല, കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അതിന്റെ അപ്പുറം ഉണ്ടായിരിക്കാം. ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ പിൻപറ്റുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നിവർത്തിച്ചു തരും. എന്നാൽ നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാക്കളെ ആദായപ്പെടുത്തുവാനും നമ്മുടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ നമ്മൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി തീരാതെ, നമ്മൾ നിത്യത നഷ്ടപ്പെടുത്താതെ, പുറത്തുള്ള വലിയ ഇരുട്ടിലേക്ക് ഒരു ദാനം കിട്ടിയവനെ കയ്യും കാലയും കെട്ടിക്കളഞ്ഞു എന്ന് നമ്മൾ കേട്ടതുപോലെ, അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുരടിപ്പും മന്ദതയും ഉണ്ടാകാതെ പ്രത്യാശഭരിതമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ കരുതലുകളുണ്ട്. എന്നാൽ അതിൽ മാത്രം ആശ്രയിച്ചും അത് മാത്രം കണ്ടുകൊണ്ടും മുമ്പോട്ട് പോകാതെ പ്രയാസപ്പെടേണ്ട, വിഷമിച്ചിരിക്കേണ്ട സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത അനുഭവങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ജീവിതത്തിൽ വന്നെങ്കിലും അതൊന്നും നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ കെടുത്തിക്കളയാതെ, നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്
2 കൊരിന്ത്യർ 4:7 മുതൽ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഈ അത്യന്തപരമായ ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് അത് നമ്മുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധിമുട്ടില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ടാകും. പക്ഷെ വചനം പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകും, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരാം, പക്ഷെ ഇടുങ്ങിയിരിക്കരുത്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അടുത്ത പദത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ഉപദ്രവം ഏൽക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് എഴുതിയിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല, കഷ്ടമില്ല, നമുക്ക് ഉപദ്രവമില്ല, വീണ് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല, ഒന്നുമല്ല. നമുക്ക് ചിലപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകാം, കഷ്ടങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വീണ് കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് അതൊന്നും നമ്മുടെ നാശത്തിന് കാരണമായി തീരുകയില്ലെന്ന്, നാം ഇടുങ്ങിയിരിക്കാതെ, നിരാശപ്പെടാതെ, ഉപേക്ഷിക്കപ്പെടാതെ, നശിച്ചു പോകാതെ നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾ നേരിടേണ്ടതായ അനുഭവങ്ങൾ നമുക്കുണ്ടായെങ്കിലും അതിന്റെയൊക്കെ നടുവിൽ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വിജയകരമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ ഭാഗവാക്കുകളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകളിലൂടെ ഉപസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമയം മുമ്പോട്ട് പോകുന്നില്ല, അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഇവിടെ ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മറ്റൊരു അവസരത്തിൽ കർത്താവ് എന്തെങ്കിലും സാഹചര്യം ഒരുക്കിയാൽ അതിന് തുനിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ സദ്യയിൽ സാക്ഷ്യത്തിനു വേണ്ടി എനിക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ സന്ധ്യ ആന്റിക്ക് വേണ്ടി, ഇതിന്റെ ഭാരവാഹികൾക്ക് വേണ്ടി, സൂമിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും എല്ലാവർക്കും എന്റെ വന്ദനവും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എവരെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും കർത്താവെ സൂമിലൂടെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാനും ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും എല്ലാം ഒരിക്കൽ കൂടി നൽകിയ അവസരങ്ങൾക്കായി നന്ദി. വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സർവ്വവ്യാപിയും സർവ്വശക്തനും സർവജ്ഞാനിയുമാകയാൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്നു, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുന്നു. ഓരോരുത്തർക്കും അതിന് തക്കതായ നിലകളിൽ പ്രവർത്തിപ്പാൻ കഴിയുന്നവനായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. വിശേഷ ദൈവകൃപയിൽ അവിടുന്ന് പൊതിയണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി ഭക്തിയോടെ അങ്ങയെ സേവിക്കുവാൻ കർത്താവെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾക്കേവർക്കും അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വൈകിയ വേളയിൽ സൂമിലൂടെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടർന്ന് അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിവിധ തലങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.